നമസ്കാരം. ഉത്തർപ്രദേശിൽ ആകെ ഫാസിസമാണ്. അത് നേരത്തെ നമുക്കറിയാമല്ലോ എന്നായിരിക്കും നമ്മുടെ ജിഹാദി സഹോദരങ്ങൾ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ തന്നെയായിരിക്കും പറയുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക തരം ഫാസിസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 68,000 മേൽ, കൃത്യമായി പറഞ്ഞാൽ 68,236 സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മാസശമ്പളം യോഗി സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തൊരനീതിയാണെന്ന് നോക്കണേ എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്ലക്കാർഡ് ഉയർത്താൻ വരട്ടെ. റഹീം എന്തായാലും ദയവീത് അങ്ങോട്ട് പോകരുത്. ഇംഗ്ലീഷും ഹിന്ദിയും അറിയാത്ത സ്ഥിതിക്ക് അവന്മാർ ഫാഷിസം പൂർണ്ണമായിട്ട് ചിലപ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. തടിക്ക് കേടുതട്ടും. അതുകൊണ്ട് തൽക്കാലം ഒന്ന് മുഴുവനായി വാർത്ത കേട്ടിട്ട്, അല്ലെങ്കിൽ വിവരങ്ങൾ കേട്ടിട്ട് അങ്ങോട്ട് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഈ 68,236 സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം എന്തിനാണ് യോഗി സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സമീപകാലത്ത് യോഗി സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരവരുടെ സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായും സർക്കാരിൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം, അനീതി തടയുവാൻ അല്ലെങ്കിൽ അഴിമതി തടയുവാൻ വേണ്ടി. സ്വത്ത് വിവരങ്ങൾ, ഇപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ എനിക്ക് 10 കോടി രൂപയുടെ സ്വത്തുണ്ട്. അതിൻ്റെ സ്രോതസ്സുകൾ 10 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്രോതസ്സുകളെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അന്വേഷണം പിന്നാലെ ഉണ്ടാകുമല്ലോ. 10 കോടി രൂപയുടെ സ്വത്ത് ഇന്നുണ്ട്. ഞാൻ ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ അടുത്ത ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലങ്ങൾ കൂടി തുടരും. ആ അവസരത്തിൽ എൻ്റെ 10 കോടിയുടെ സ്വത്തിൽ പോട്ടെ, 10 ലക്ഷം രൂപയുടെ സ്വത്തായിക്കോട്ടെ, അതിൽ ഒരു കണക്കിൽ കൊള്ളാത്ത രീതിയിൽ അല്ലെങ്കിൽ അവിശ്വാസ്യമായ രീതിയിലുള്ള വർധന ഉണ്ടായി കഴിഞ്ഞാൽ അഴിമതിക്കാരനാണ് ഞാൻ എന്നുള്ളൊരു സംശയം, അതിൻ്റെ മുന എനിക്ക് നേരെ നീളുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിൽ ഉള്ള അഴിമതികൾ കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് യോഗി സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയത്. സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ സ്വത്ത് വിവരങ്ങൾ സർക്കാർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. അതിന് തയ്യാറാകാത്ത 68,236 ഉദ്യോഗസ്ഥരുടെ ശമ്പളമാണ് യോഗി സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 8 ലക്ഷത്തിന് മേൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള 8,60,000 മേൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള ഉത്തർപ്രദേശിൽ 68,236 ഉദ്യോഗസ്ഥരുടെ ശമ്പളം യോഗി സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് യഥാർത്ഥ ഇരട്ടച്ചങ്ക്. ഇങ്ങനെയായിരിക്കണം ഭരണാധികാരി തുടങ്ങിയ അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ ഉരുവായിരിക്കുന്നത്. നമുക്കുമുണ്ടൊരു മുഖ്യമന്ത്രി എന്ന് പലരും പറയുന്നുണ്ട് കേരളത്തിൽ നിന്ന്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്വത്ത് വിവരങ്ങൾ ഒരു പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം കേരളത്തിൽ ഇറങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. KSRTC ഉന്നത തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന പാവം ഡ്രൈവർമാരെയോ കണ്ടക്ടർമാരെയോ അല്ല പറയുന്നത്, ഉന്നത ഉദ്യോഗസ്ഥന്മാരെ. ഇലക്ട്രിസിറ്റി ബോർഡ്, ജല അതോറിറ്റി, ഇവിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിന് തയ്യാറാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് സംഘടന തന്നെ ആദ്യം കൊടിയും പിടിച്ച് തെരുവിലിറങ്ങും. ഇതൊരു അനീതിയാണ്, അക്രമമാണ്, ഈ ഉത്തരവ് പിൻവലിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയരില്ല എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? കേരളം എല്ലാത്തിലും നമ്പർ 1 ആണല്ലോ. അതുപോലെ അഴിമതിയിലും നമ്പർ 1 തന്നെയായിട്ട് നിലനിൽക്കട്ടെ. എന്തിനാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കൊണ്ടുവന്ന് അതിനൊരു തടയിട്ട് കേരളത്തിനെ അഴിമതിയിൽ പിന്തള്ളുന്നത്, അഴിമതിയുടെ പട്ടികയിൽ നിന്ന് പിന്തള്ളുന്നത് എന്ന ബൗദ്ധികമായിട്ടുള്ളൊരു ചോദ്യം ഉയർത്തി തന്നെ അവരതിനെ നേരിടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് നിങ്ങളുടെ വിശ്വാസം എന്നുള്ളത് കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഈ വിവരം നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. യോഗിയുടെ ഫാഷിസം അന്യായം തന്നെണ്ണ. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.